മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുർഗയാണെങ്കിൽ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, നീ കണ്ണനെ സ്നേഹിക്കണം, കണ്ണനെ നീ നല്ലപോലെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൻ നിനക്ക് തരാനുള്ളതെല്ലാം തരുമെന്നെല്ലാം ഉണ്ണിയോടായിട്ട് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എനിക്കതൊന്നും കേൾക്കണ്ട, എനിക്ക് അയാളെ ഒരിക്കലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഞാനൊരവസരം നോക്കിയിരിക്കുകയാണ്, ഒരവസരം കിട്ടുമ്പോൾ അയാളെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യുമെന്നെല്ലാം പറയുമ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാൻ തന്നെ വിഷം തരുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് ദുർഗ. അമ്മയ്ക്ക് എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോ, പക്ഷേ ഞാൻ ഒരിക്കലും അയാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കില്ല എന്ന് തുറന്നു പറയുന്നു. അതേസമയം ദുർഗ പറയുന്നുണ്ട്, കഷ്ടകാലം വരുമ്പോൾ നീ എല്ലാം തലതിരിഞ്ഞ് ചിന്തിക്കുകയുള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ദുർഗ അവിടെ നിന്നും പോകുന്നു. പിന്നീട് മുത്തശ്ശി മോഹിനിയോടായിട്ട് പറയുന്നുണ്ട്, നീ നിൻ്റെ ഇളയ മോൾക്ക് എന്തെങ്കിലും പലഹാരമെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്ക്, അവളും ഒരു ഗർഭിണിയല്ലേ എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കി തരാം, അമ്മ കൊണ്ടേ കൊടുക്ക്, എനിക്കിപ്പോൾ അങ്ങോട്ട് പോകുന്നതിലൊന്നും ഒരു താല്പര്യവുമില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നിൻ്റെ മൂത്ത മോളും കുഞ്ഞും വന്നു കഴിഞ്ഞാൽ നീ അവിടെ പോകില്ലേടി എന്നെല്ലാം ചോദിക്കുന്നു. അതേസമയം എനിക്ക് ഉണ്ണിയോട് ഒരു താല്പര്യവുമില്ല, അതുകൊണ്ട് എന്നോട് അങ്ങോട്ട് പോകാനായിട്ട് പറയണ്ട എന്നെല്ലാം മോഹിനി പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് കരുണ വരുന്നുണ്ട്. കരുണയെ കാണുന്നത് മുത്തശ്ശി ഓടിച്ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആ മോള് വന്നോ, മോളുടെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നു. അതേസമയം കരുണയുടെ മുഖം കാണുമ്പോഴേക്കും മുത്തശ്ശിക്കാണെങ്കിൽ ആകെ സങ്കടം വരുന്നുണ്ട്. എന്താ മോളെ, നിന്നെ വരുന്നവരും പോകുന്നവരും എല്ലാം അടിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അടിച്ചതിലൊന്നും ഒരു കുഴപ്പവുമില്ല, പക്ഷേ ഒരാൾ വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റപ്പോൾ അടുത്തയാൾ വീൽ ചെയറിലായെന്നെല്ലാം കരുണ പറയുന്നത് കേട്ട് മുത്തശ്ശിക്ക് ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ നിൽക്കുമ്പോൾ കരുണ ചോദിക്കുന്നുണ്ട്, എന്താണ് മുത്തശ്ശി, അയാൾ നടന്നത് കേട്ടിട്ട് മുത്തശ്ശിക്ക് എന്താണ് ഒരു ഭാവവ്യത്യാസവും ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, മുത്തശ്ശിക്ക് എങ്ങനെ ഭാവവ്യത്യാസം ഉണ്ടാവും, മുത്തശ്ശി അതൊക്കെ നേരത്തെ തന്നെ അറിഞ്ഞതല്ലേ എന്ന് പറയുമ്പോഴേക്കും ആകെ ഞെട്ടിത്തരിച്ച് പോവുകയാണ് കരുണ. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, മോളോട് അപ്രിയ സത്യങ്ങൾ പോലും പറയാനായിട്ട് എനിക്ക് പ്രതാപനും പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് മോളെ ഞങ്ങൾ പറയാതിരുന്നതെന്നെല്ലാം പറയുമ്പോഴേക്കും അതൊക്കെ ഞങ്ങൾക്ക് സങ്കടമുള്ള കാര്യമല്ലേ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും മോഹിനി പറയുന്നുണ്ട്, എന്താ ഈ സങ്കടമുള്ള കാര്യങ്ങൾ, നടക്കുന്നതെല്ലാം സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് പറയുമ്പോൾ നിൻ്റെ മോളെ വീൽ ചെയറിൽ ഇരിക്കുന്നവനെ കൊണ്ട് മനഃപൂർവ്വം കെട്ടിച്ചതാടി, അവൻ നടക്കുന്നവനായിരുന്നെങ്കിൽ അവളെ ഒരിക്കലും അവന് കല്യാണം കഴിച്ച് കൊടുക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ ദൈവനിശ്ചയമാണെന്നും അത് നിങ്ങൾ വിചാരിച്ചാലൊന്നും നടക്കാതിരിക്കില്ല, ദൈവം വിചാരിച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ, അതുകൊണ്ടാണ് നടന്നതെന്നെല്ലാം മോഹിനിയാണ് തുറന്നടിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന കരുണയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. കരുണ പറയുന്നുണ്ട്, അവൾക്കാണെങ്കിൽ ഇപ്പോൾ എല്ലാമായി നടക്കുന്ന ഭർത്താവിനെയും ഒരു കുഞ്ഞിനെയും എല്ലാം കിട്ടി, പോരാത്തതിന് കമലേശ്വരത്തെ പകുതി സ്വത്തിൻ്റെ അവകാശിയും അവളായിട്ടുണ്ട്, എനിക്ക് മാത്രമാണ് ഒന്നുമില്ലാത്തതെന്നെല്ലാം ദേഷ്യപ്പെട്ടുകൊണ്ട് കരുണ പറയുന്നത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഉണ്ണിമോൻ എങ്ങനെയാണ് വീൽ ചെയറിലായതെന്ന് ചോദിക്കുമ്പോൾ കരുണയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. അതേസമയം മോഹിനി പറയുന്നുണ്ട്, എന്തോ തരികിട ഒപ്പിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ അയാളാണെങ്കിൽ അയാളുടെ സ്വന്തം ചേട്ടനെ കൊല്ലാൻ നോക്കിയെന്നും AC-യിൽ വിഷവാതകം നിറച്ച് കൊല്ലാൻ നോക്കിയതിന് ആ മാർക്ക് കൊടുത്ത സമ്മാനമാണ് ഉണ്ണിയേട്ടൻ്റെ കാല് തല്ലിയൊടിച്ചത്, അതുകൊണ്ടാണ് കാലൊരെണ്ണം തൂങ്ങി ആടിക്കിടക്കുന്നതെന്നെല്ലാം ഞാൻ പറഞ്ഞതെന്നെല്ലാം കരുണ പറയുന്നുണ്ട്. അയാൾ നടക്കുന്നതെന്നറിഞ്ഞപ്പോഴേക്കും എൻ്റെ സമനിലയാണ് തെറ്റിപ്പോയെന്നെല്ലാം കരുണ പറയുമ്പോഴേക്കും മോഹിനി പറയുന്നുണ്ട്, നീയൊന്നും ഒരിക്കലും നന്നാവില്ല, നിനക്ക് എപ്പോഴും നിൻ്റെ സ്വന്തം ചേച്ചി നശിച്ചു പോകണമെന്നാണ് ഉദ്ദേശമെന്ന് പറയുമ്പോൾ ഞാനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വരുമെന്ന് നമ്മുടെ മുത്തശ്ശിയുടെ വീട്ടിലോട്ട് ഞാൻ പോകുമെന്നെല്ലാം പറയുമ്പോഴേക്കും നീ എന്തിനാണ് കമലേശ്വരത്ത് നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും എൻ്റെ വീട്ടിലോട്ട് വരുന്നത്, നിനക്ക് ഇവിടെ നിന്നാൽ പോരെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഇതെൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പേരിലുള്ള വീടല്ലേ, അതുകൊണ്ട് എനിക്കിവിടെ ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടില്ല, എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്നെല്ലാം പറയുന്നത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നു. ഇത് എല്ലാം അറിയാവുന്ന ഒരാളും കൂടി ഉണ്ടല്ലോ, അയാളെ ഞാൻ പോയി കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കണ്ണന് മരുന്ന് വെള്ളവുമെല്ലാം എടുത്തു കൊടുക്കുന്ന ദുർഗയോടായിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, അമ്മ ഈ കാണിക്കുന്ന സ്നേഹമെല്ലാം ആത്മാർത്ഥമായിട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് കേൾക്കുന്ന ദുർഗ പറയുന്നുണ്ട്, മോനെ, ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം തന്നെ നിന്നോട് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ചതല്ലേ, പക്ഷേ നീ എന്തിനാണ് ഇപ്പോഴും എന്നെ ഇങ്ങനെ സംശയിക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരുടെ അടുത്തുനിന്ന് തിരിഞ്ഞൊരു കുത്ത് കിട്ടുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ വേദനയാണ് ഉണ്ടാക്കുന്നതെന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് ദുർഗ പറയുന്നുണ്ട്, മോനെ, എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മാറിയത്. മഞ്ജു ആണെങ്കിൽ ഇപ്പോൾ 6 ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത്, അവൾക്ക് കൊടുക്കാനുള്ളതെല്ലാം തന്നെ ഞാൻ അവൾക്ക് കൊടുക്കുക തന്നെ ചെയ്യും, പക്ഷേ എല്ലാവരും എന്നോട് നല്ല രീതിക്ക് നിന്നിരുന്നെങ്കിൽ എല്ലാവർക്കും കിട്ടേണ്ടത് ഞാൻ കൊടുക്കില്ലായിരുന്നു എന്നെല്ലാം പറയുന്നത് കേട്ട് ദുർഗയാണെങ്കിൽ ആകെ സന്തോഷിക്കുകയാണ്. പിന്നീട് മഹിയുടെ അടുത്തോട്ട് വരികയാണ് കണ്ണൻ. എന്നിട്ട് മഹിയോടായിട്ട് പറയുന്നുണ്ട്, തനിക്ക് തൻ്റെയും കുഞ്ഞിൻ്റെയും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ജീവനോടുകൂടി ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ മരിച്ചു പോയേനെ എന്നെല്ലാം പറയുന്നത് കേട്ട് മഹിയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നു. എന്തു പറ്റി കണ്ണേട്ടാ എന്ന് ചോദിക്കുകയാണ്. അതേസമയം കാര്യങ്ങളെല്ലാം തന്നെ കണ്ണൻ പറയുന്നുണ്ട്.
കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്ന മഹിയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ണേട്ടനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സൂക്ഷിക്കണമെന്ന്, അവിടെയുള്ളവരെ ആരെയും നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും ഇത് കേൾക്കുന്ന എല്ലാവരും തന്നെ ആകെ ഭയപ്പെട്ടു പോകുന്നു. അപ്പോഴേക്കും ലേഖ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് മഹിയെയും കുഞ്ഞിനെയും എന്ത് വിശ്വസിച്ചിട്ടാണ് അങ്ങോട്ട് വിടുന്നത്? അതുകൊണ്ട് മഹിയുടെയും കുഞ്ഞിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം, അല്ലാതെ ഇനി അങ്ങോട്ട് കൊണ്ടുവിടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നെല്ലാം ലേഖ പറയുന്നത് കേട്ട് കണ്ണൻ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാക്കണം, അല്ലാതെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാനും ഒരുക്കമല്ല എന്ന് കണ്ണൻ പറയുന്നു. പിന്നീട് ജയിലിൽ പ്രതാപനെ കാണാനായിട്ട് എത്തുകയാണ് കരുണ. കരുണയെ കാണുന്നതും പ്രതാപനാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നു. പ്രതാപനും കരുണയോടായിട്ട് ചോദിക്കുന്നുണ്ട്, മോൾ എന്തിനാണ് ഇപ്പോൾ എന്നെ ഇങ്ങോട്ട് കാണാൻ വന്നതെന്ന് ചോദിക്കുകയാണ്. അതേസമയം കരുണ പറയുന്നുണ്ട്, കാണേണ്ടി വന്നാൽ പിന്നെ കാണണ്ടേ എന്ന് ചോദിക്കുന്നു. ഇത് അവസാനത്തെ കാണലായിരിക്കും, ഇനി എന്നെ അച്ഛൻ കാണില്ല എന്നെല്ലാം പറയുന്നത് കേട്ട് പ്രതാപനാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നു. എന്താ മോളെ നീ പറയുന്നത്, എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോഴേക്കും കരുണയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രതാപനോടായിട്ട് പറയുന്നു. ഇനി എനിക്ക് സഹിക്കാനായിട്ട് പറ്റില്ല, ഞാൻ എന്താണെങ്കിൽ ചെയ്തു കളയുമെന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ കരുണ അവിടെ നിന്നും പോകുന്നു. പിന്നീട് ഈ കാര്യങ്ങളെല്ലാം തന്നെ വാമദേവനോടായിട്ട് പോയി പറയുകയാണ് പ്രതാപൻ. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഒറ്റ ഒരുത്തനാണ്, ഇതിൻ്റെ എല്ലാം കാരണം ഉണ്ണിയുടെ കാലെല്ലാം ആ മാർക്കോ തല്ലി ഒടിച്ചു, അതുകൊണ്ട് ഉണ്ണി ഇപ്പോൾ കണ്ണന് പകരം വീൽ ചെയറിലാണ്. ഇതിൻ്റെ എല്ലാം കാരണം നീയല്ല, നീ എന്തിനാണ് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ണിക്ക് പറഞ്ഞു കൊടുത്തത്? നമ്മളിവിടെ കിടക്കുമ്പോഴേക്കും ഉണ്ണിക്ക് എന്തൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് ഇനി ഒരിക്കലും എൻ്റെ മകൾക്കും കമലേശ്വരത്ത് സമാധാനത്തോടുകൂടി ജീവിക്കാനായിട്ട് പറ്റില്ല, അതും ഇതോടുകൂടി തീരും. കണ്ണനാണെങ്കിൽ അവിടെ നിന്ന് രണ്ടുപേരെയും ഇറക്കി വിടും, എല്ലാം തൊലച്ചത് നീ തന്നെയാണെന്നെല്ലാം പറഞ്ഞ് വാമദേവനോടായിട്ട് ദേഷ്യപ്പെടുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ഇതെല്ലാം പറ്റുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞു കൊടുത്തത്, ഉണ്ണി എന്നോട് നിർബന്ധിച്ചപ്പോൾ മാത്രമാണ് ഞാൻ ആ പരമൻ്റെ നമ്പർ കൊടുത്തതെന്നെല്ലാം പറയുന്നത് കേട്ട് ദേഷ്യം വരികയാണ് പ്രതാപന്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.